പരിശുദ്ധമായ ഹിജ്റ വർഷത്തിന്റെ തുടക്കം മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമുക്കറിയാം, ചരിത്രത്തിന്റെ താളുകളിൽ ഇടം നേടിയ ഒരുപാട് സംഭവങ്ങൾ നടന്ന മുഹറം മാസം അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തുൽ ഫജ്റിലെ തുടക്കത്തിലെ ആയത്ത് തഫ്സീറുകൾ പല വ്യാഖ്യാനങ്ങളും നൽകുമ്പോൾ അതിൽ പ്രധാനമായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മുഹറം മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസത്തെയാണ്. ഈ മുഹറം മാസം നമുക്ക് ഒരു പുതിയ വർഷത്തിന്റെ അനുഭവം നൽകുമ്പോൾ, പ്രിയമുള്ള വിശ്വാസികളെ, ന്യൂ ഇയറായി അല്ലെങ്കിൽ ഒരു പുതിയ വർഷമായി പരിഗണിക്കപ്പെടേണ്ടതും പ്രാധാന്യം നൽകേണ്ടതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷമാണ്. നമ്മുടെ വർഷം അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടേണ്ട, നമ്മുടെ പ്രായത്തെ കണക്കാക്കപ്പെടേണ്ട, നമ്മുടെ ആയുസ്സിന്റെ നിമിഷങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മാസമാണ്, വർഷമാണ് ഹിജ്റ വർഷവും തുടക്കത്തിലെ മാസവുമൊക്കെ. കഴിഞ്ഞുപോയ പാപക്കറകൾ പൂർണ്ണമായി കഴുകിക്കളയാനും ആയുസ്സിൽ കഴിഞ്ഞുപോയ പ്രായത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കാൻ നമ്മൾ ഓരോ വിശ്വാസിയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും താല്പര്യം കാണിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട തുടക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാൾ മരണപ്പെടുമ്പോൾ ആ മരണപ്പെടുന്ന നമ്മളുടെ പിതാവാകട്ടെ, നമ്മളുടെ മാതാവാകട്ടെ, അല്ലെങ്കിൽ സഹോദരങ്ങളോ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ പരിഗണിക്കപ്പെടുന്നത് ആ മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ മരണപ്പെട്ടുപോയ ഉമ്മയ്ക്ക് വേണ്ടി, മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി നമ്മൾ പരിഗണിക്കുന്നത് ഈ ഹിജ്റ വർഷത്തിലെ, ഹിജ്റ മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. മുഹറം മാസത്തിൽ മരണപ്പെട്ടു പോയ പിതാവിന് അടുത്ത വർഷം മുഹറം മാസമാകുമ്പോഴാണ് നമ്മൾ ദുആ ചെയ്യാൻ ഒരുമിച്ച് കൂടുന്നത്. അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോ, നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോ, നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും പ്രാധാന്യത്തോടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ്ഡ് ചെയ്യുമ്പോ ഹിജ്റയുടെ വർഷത്തെ നമ്മൾ മാറ്റിവെക്കാൻ പാടില്ല. ഹിജ്റ വർഷത്തിലെ മാസങ്ങളെ നമ്മൾ പരിഗണിക്കപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കുന്നവരാണ്. മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പരിഗണിക്കുമ്പോൾ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇഷ്യൂ ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറിലെ ഇംഗ്ലീഷ് മാസത്തിന്റെ ഡേറ്റ് ആയിരിക്കും. പക്ഷേ നാളെ അല്ലാഹു പരിഗണിക്കുന്നത് അത് ഹിജ്റ വർഷത്തിലെ മാസത്തിലെ ദിവസമാണ്. ഹിജ്റ മാസം ഏതാണെന്ന് നോക്കുക. ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിയുമ്പോൾ അവിടുത്തെ സർട്ടിഫിക്കറ്റിൽ ആ കുഞ്ഞിന്റെ ബർത്ത് ഡേറ്റ് അവിടെ അടയാളപ്പെടുത്തി വെക്കുന്നത് സൊസൈറ്റിയുടെ ആവശ്യമാണ്. അത് സമൂഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ച നിന്റെ മനസ്സിൽ നീ അടയാളപ്പെടുത്തി വെക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ഡേറ്റ് നീ ഓർത്തു വെക്കേണ്ടത്, നിന്റെ മനസ്സിൽ നീ കുറിച്ചു വെക്കേണ്ടത് ഹിജ്റ മാസത്തിലെ ദിവസമായിരിക്കണം. മുഹറം മാസത്തിലാണോ, അല്ലെങ്കിൽ ശേഷം വരുന്ന സഫറിലാണോ, റബീഉൽ അവ്വലിലാണോ, അതുപോലെ പവിത്രമായ ഹിജ്റയുടെ മാസത്തിലേതെങ്കിലുമായി ആണെങ്കിൽ ആ മാസവും ആ ദിവസവും ആ വർഷവും ഓർത്തു വെക്കേണ്ടത് മനസ്സിനാണ്, സർട്ടിഫിക്കറ്റിൽ അല്ല. അറിയണം, നമ്മൾ മറന്നുപോകാൻ പാടില്ല. പഠിക്കട്ടെ. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ വാപ്പയുടെ ആണ്ട് നടത്തുന്നത് ഹിജ്റ വർഷം നോക്കിയാണ്. പക്ഷെ ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ നടത്തുന്നതോ അതെപ്പോഴാ? അത് കലണ്ടറിൽ നോക്കിയിട്ട് ഇംഗ്ലീഷ് മാസം നോക്കി ഏത് ഡേറ്റ്, ഓഗസ്റ്റ് ആണോ?
അത് ജൂണാണോ ജൂലൈ ആണോ ഏത് മാസമാണ് ഏത് ഡേറ്റ് ആണെന്ന് നോക്കിയിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഒരു കുഞ്ഞിന്റെ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെന്റ് പരമായ ഏതെങ്കിലും അതോറിറ്റിയിൽ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന ഏതെങ്കിലും ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഡേറ്റ് ഉണ്ട്. വിവാഹ നിശ്ചയം നടത്തുമ്പോൾ വിവാഹത്തിനൊരു ഡേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഞായറാഴ്ച സെലക്ട് ചെയ്തോ ഏതെങ്കിലും ദിവസം ഇംഗ്ലീഷ് മാസം ഒക്കെ സെലക്ട് ചെയ്തോ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ മാസത്തിൽ ഇംഗ്ലീഷ് മാസത്തിന്റെ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഹിജറ മാസം എന്നാണ് എന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മൾ അതിനൊന്ന് പരിഗണിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഹറം 10 ആശുറ ദിവസത്തിലെ നോമ്പ് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട നോമ്പാണ്. മുഹറം 9 തസ്വാ 9ഉം 10ഉം കൂടി ഒരുമിച്ച് പിടിക്കലാണ് ഏറ്റവും ശക്തിമത്തായ സുന്നത്ത്. അതുപോലെ തന്നെ 9ാമത്തെ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 10 മാത്രം പിടിക്കാതെ 9ാമത്തതിന് പകരം 11 കൂടി പിടിക്കൽ, അങ്ങനെയും ചേർത്ത് പിടിക്കലാണ് സുന്നത്ത്. ഇനി ഒരാൾക്ക് 3 കൂടി ഒരുമിച്ച് പിടിക്കണമെങ്കിൽ അങ്ങനെയും പിടിക്കൽ കൊണ്ട് കുഴപ്പമില്ല. ഏതായാലും നമ്മൾ പരിഗണിക്കപ്പെടേണ്ട നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ നമ്മൾ ആരും ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണെങ്കിൽ അശൂറയുടെ നോമ്പെന്നും താസുആഇന്റെ നോമ്പാണെങ്കിൽ താസുആഇന്റെ നോമ്പെന്നും മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മുഹറം 9ഉം 10ഉം നോമ്പനുഷ്ഠിക്കുക. പ്രത്യേകം സഹോദരിമാരെടുക്കൽ ഉണർത്താനുള്ളത്, റമദാൻ മാസത്തിൽ നോമ്പ് ഖളാ ആയവരുണ്ട് എങ്കിൽ ആ ഖളാ ആയ നോമ്പ് കൂടി മനസ്സിൽ കരുതിയാൽ, ഖളാ വീടുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ ആ ഖളാഇന് പകരമാവുകയും അതുപോലെ തന്നെ മുഹറം മാസത്തിലെ നോമ്പും രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും നിയ്യത്ത് വെച്ചാൽ. അപ്പോൾ നിയ്യത്ത് വെക്കുമ്പോൾ അത് പ്രത്യേകം മനസ്സിൽ കരുതണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.